കോട്ടക്സിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് സിമ്പിളായിട്ടൊരു സ്ട്രാറ്റജിയും കാര്യങ്ങളും പരിചയപ്പെടുത്തി തരാം. ജസ്റ്റ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള കറൻസി പെയർ യൂറോ ജി ബി പി ആണ്. അപ്പോൾ യൂറോ ജി ബി പിയിൽ ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് മൂവിങ് ആവറേജ് ആണ്. മൂവിങ് ആവറേജിൽ EMA 9 അതുപോലെ തന്നെ EMA 20. ജസ്റ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. റെഡ് ക്യാൻഡിൽ, അതായത് ഒരു റെഡ് ക്യാൻഡിൽ ഈ പറഞ്ഞ മൂവിങ് ആവറേജിൽ EMA 9 അതുപോലെ തന്നെ EMA 20 ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഏത് ക്യാൻഡിലേ വരുള്ളൂ, അതേ ക്യാൻഡിൽ തന്നെ ആയിരിക്കും വരാൻ ചാൻസസ് കൂടുതൽ. അതായത് ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഈ ഒരു റെഡ് ക്യാൻഡിൽ നോക്ക്. ഈ ഒരു റെഡ് ക്യാൻഡിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? മൂവിങ് ആവറേജ് 9 അതുപോലെ തന്നെ മൂവിങ് ആവറേജ് 20 ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഏതാണ്? അതേ ക്യാൻഡിൽ തന്നെ സ്ട്രോങ് ആയിട്ട് റെഡ് ക്യാൻഡിൽ, അതായത് സെല്ലിംഗ് പ്രഷറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാമ്പിൾ ആയിട്ട് ബൈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ക്യാൻഡിൽ മൂവിങ് ആവറേജ്, അതായത് EMA 9 അതുപോലെ തന്നെ EMA 20 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഏതാ വന്നിട്ടുള്ളത്? ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ആവറേജ് EMA 9 അതുപോലെ തന്നെ 20 ഈ രണ്ട് ലൈനിനെയും ഒരൊറ്റ ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്യാൻഡിലാണോ ബ്രേക്ക് ചെയ്യണത്, ബൈ ക്യാൻഡിലാണോ അതോ സെൽ ക്യാൻഡിലാണോ നോക്കുക. ബൈ ക്യാൻഡിലാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ബൈ ക്യാൻഡിൽ തന്നെ വരാനാണ് ചാൻസസ് കൂടുതൽ.